നല്ല ദിവസത്തിനായി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു ദിവസം കൂടി കർത്താവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ടവരോട് സംസാരിപ്പാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ നല്ല ഭാഗ്യപദവിയെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു വേദഭാഗം എന്നെ വളരെ ചിന്തിപ്പിക്കുവാനിടയായി. ഇസ്രായേൽ ജനം അടിമകളായി പാർക്കുമ്പോൾ യെഹെസ്കേൽ പ്രവാചകനെ ദൈവം അവരുടെ അടുക്കലേക്ക് അയക്കുവാനിടയായി. യെഹെസ്കേൽ പ്രവാചകനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രവാചകനെ ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കലേക്ക് അയക്കുമ്പോൾ അവരോട് പ്രത്യേകം പറഞ്ഞിരുന്നു, അവർ മത്സരഗൃഹമാണ്, നീ അവരെ പോലെ മത്സരിയാകരുത്. കാരണം യെശയ്യാപ്രവാചകൻ, അയ്യോ ഞാൻ അശുദ്ധിയുള്ള അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, അശുദ്ധിയുള്ള അധരങ്ങളുള്ള ജനത്തിൻ്റെ ഇടയിൽ വസിക്കുന്നവനെന്ന് പറഞ്ഞ് കരയുന്നത് നമുക്ക് കാണാൻ കഴിയും. കർത്താവ് ഉയർന്നു മുകളുള്ള സിംഹാസനത്തിലിരിക്കുന്നത് കാണുമ്പോൾ ഇതുപോലെ തന്നെയാണ് യെഹെസ്കേൽ പ്രവാചകനെ ദൈവം അയക്കുമ്പോൾ അവരോട് പ്രത്യേകം പറഞ്ഞിരുന്നു, പ്രവാചക, ഈ ജനം മത്സരഗൃഹമാണ്, അവരുടെ മക്കൾ ധാർഷ്ട്യവും ദുശാഠ്യമുള്ളവരാണ് എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ചെറിയൊരു റീല് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ മുൻപ് ഇട്ടിരുന്നു. എന്നാൽ ഞാൻ ആ പുസ്തകം വായിക്കുമ്പോൾ ദൈവം അവർക്ക് ചട്ടങ്ങളും വിധികളും കൽപ്പിച്ചപ്പോൾ അവർ ദൈവത്തോട് ബന്ധമുണ്ടാകേണ്ടതിനാണ് ദൈവം അതിനെ അവർക്ക് വേണ്ടി അനുവദിച്ചത്. എന്തിനാണ്? ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിൽ അവർ നടക്കേണ്ടതിന്. അതവരനുസരിച്ചാൽ അതിൻ പ്രകാരം അവർ ജീവിക്കും. അതനുസരിക്കുന്നവർ അതിൻ പ്രകാരം ജീവിക്കുവാനിടയാവും. അതുപോലെ തന്നെ ദൈവം അവർക്ക് ശബത്ത് അനുവദിച്ചിരുന്നു. ഈ ശബത്ത് അനുവദിച്ചത് അവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിനാണ്. അവരതനുസരിച്ച് നടക്കുമെന്ന് ദൈവം വിചാരിച്ചു. അവരെ വിശുദ്ധീകരിക്കേണ്ടതിനാണ് ദൈവം അവർക്ക് ശബത്ത് അനുവദിച്ചത്. എന്നാൽ ശബത്തിനെ അവർ അശുദ്ധമാക്കി. എന്നിട്ട് ദൈവം ആ തലമുറയുടെ അടുത്ത തലമുറയോട് ദൈവം പറയുക, അവരെ ദൈവം തള്ളി. എന്നാൽ അടുത്ത തലമുറയോട് ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ചട്ടങ്ങളും വിധികളും കൊടുത്തു. അവരത് പ്രമാണിച്ചാൽ അതും പ്രകാരം അവർ ജീവിക്കുവാനിടയാവും. അവരതനുസരിച്ചില്ല. ശേഷം ഞാൻ അവർക്ക് ശബത്ത് അനുവദിച്ചു. അത് അവരനുസരിച്ച് ജീവിക്കുമെന്ന് വിചാരിച്ചു. അവർ വിശുദ്ധീകരിക്കപ്പെട്ട് ജീവിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ അതും അവരനുസരിച്ചില്ല. അയ്യാൽ പ്രിയ കുഞ്ഞുങ്ങളെ, അടുത്ത തലമുറയോട് പറയുക, നിങ്ങൾ എൻ്റെ വിധികളും ചട്ടങ്ങളും പ്രമാണം അനുസരിച്ച് നടന്നാൽ നിങ്ങൾ ജീവിക്കുവാനിടയാവും. നിങ്ങൾ എൻ്റെ ശബത്തുകൾ ആചരിച്ചാൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാനിടയാവും. എന്നാൽ അവരും അതനുസരിച്ചില്ല. എന്തിനാ ഞാൻ ഈ വിഷയം പറഞ്ഞതെന്നറിയാം? അന്ന് ദൈവം ചട്ടങ്ങളും വിധികളും കൽപ്പനകളും അവർക്ക് കൊടുത്തു. അവരതനുസരിക്കാതെ നടന്നു. ശബത്ത് കൊടുത്തു, അവരെ വിശുദ്ധീകരിക്കാൻ. അവരതനുസരിച്ചില്ല. എന്നാൽ ഈ സമയത്തെ നോക്കി, ഈ കാലഘട്ടത്തെ നോക്കി, പുതിയ നിയമസഭാ കാലഘട്ടത്തിൽ നോക്കി, ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ജനം ചിതറിപ്പോകുന്നത് കണ്ട് മനസ്സ് വേദനിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പാകെ ഷെയർ ചെയ്യുന്നത്. എത്രയോ പിന്മാറിപ്പോയ ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരെ പലരെയും തിരിച്ച് സഭകളിലേക്ക് മടക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അവർ പറയുന്ന ഓരോ അനുഭവങ്ങൾ കേട്ടിട്ട് ഹൃദയം വേദനിച്ചിട്ട് വയ്യ. ആരോട് പറയണമെന്നറിയില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നു. അതിങ്ങനെയാണ്, ഞാൻ എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്നാണ് ആ മെസ്സേജ് എടുത്തത്. എന്നാൽ അതിൻ്റെ താഴെ ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ് എന്നോട് സംസാരിക്കുന്നു. എന്തിനാ സഹോദര, ചവിട്ടുവാനും കാല് തല്ലി ഒടിക്കാൻ വേണ്ടിയിട്ടാണോ
എഴുന്നേറ്റ് പ്രകാശിക്കാൻ പറയുന്നേ. എന്തിനാ ബ്രദറെ എഴുന്നേൽക്കുമ്പോൾ കാല് തല്ലി ഒടിക്കാൻ നിൽക്കുന്നവരുടെ മുമ്പാകെ എങ്ങനെ എഴുന്നേൽക്കാനാണെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ യുവാക്കളാണത് ചോദിക്കുന്നത്. കർത്താവിൻ്റെ വഴിയിൽ നടക്കുവാൻ, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന വലിയൊരു യുവാക്കളുടെ കൂട്ടം നമ്മുടെ മുമ്പിലുണ്ട്. അവർ സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി യഥാർത്ഥമായി വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ പറയുന്ന വാക്ക് കേട്ടോ, അവരെ ഹൃദയത്തിൻ്റെ വേദന അറിയുന്നുണ്ടോ? ആർക്കിതിനെക്കുറിച്ച് വേവലാതി, ആർക്ക് ആവലാതി, ആർക്ക് പ്രയാസമുണ്ട്, ആർക്ക് സങ്കടമുണ്ട്? ഈ യുവജനത്തെക്കുറിച്ച്, വരുന്ന തലമുറയെക്കുറിച്ച് ആർക്ക് വിചാരമുണ്ട്? ഇടയനില്ലാത്ത ആടുകളെ പോലെ ദൈവജനം ചിതറിപ്പോകുന്നു. ആർക്കും ആരോടും സ്നേഹമില്ല. വിശ്വാസം നഷ്ടപ്പെട്ട കൂട്ടം, പ്രത്യാശ നഷ്ടപ്പെട്ടൊരു കൂട്ടം, സ്നേഹമില്ലാത്തൊരു കൂട്ടം. പ്രിയപ്പെട്ടവരെ, ഇത് വല്ലാത്തൊരു കാലഘട്ടമാണ്. നിങ്ങൾ ഉണരുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. നാം ഉണർന്നാൽ ദൈവം നമ്മോടുകൂടെ നിൽക്കും. നാം ഉണരുക, ഈ തലമുറയെ കർത്താവിന് വേണ്ടി ഒരുക്കിയെടുക്കുക. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഉപദേശിമാർ സുവിശേഷത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന വലിയൊരു കൂട്ടത്തെ ഒരുക്കിയെടുത്താണ് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ, വിശേഷാൽ നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിലേക്ക് അയച്ചിരിക്കുന്നത്. ഞാൻ 2014 ഭാരത പ്രാർത്ഥന യാത്ര നടത്തുമ്പോൾ, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഭാരത പ്രാർത്ഥന യാത്രയ്ക്ക് പോകുമ്പോൾ 10,000-കണക്കിന് ദൈവദാസന്മാരെ ഞാൻ കണ്ടു. കഷ്ടതയുടെയും പട്ടിണിയുടെയും ഉപദ്രവങ്ങളുടെയും നടുവിലൂടെ ഇപ്പോഴും കർത്താവിന് വേണ്ടി വളരെ വീറോടെ, വാശിയോടെ, ശക്തിയോടെ, ധൈര്യത്തോടെ പ്രവർത്തിക്കുന്ന, എല്ലാ ദിവസവും സുവിശേഷ വിരോധികളുടെ തല്ലുകൊള്ളുന്ന ഒത്തിരി ദൈവദാസന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നത്തെ ഉപദേശിമാർ സുവിശേഷത്തിന് വേണ്ടി കൊതിക്കുന്നവരെ വളർത്തിയെടുത്ത് എഴുന്നേൽപ്പിച്ച് അവരെ കർത്താവിൻ്റെ സൈന്യമായി, കർത്താവിൻ്റെ സേനയാക്കി എഴുന്നേൽപ്പിച്ച് നിർത്തി. എന്നാൽ ഇന്നോ ആ പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെ ചവിട്ട് നാടകക്കാരുടെ അരങ്ങായിട്ട് ദൈവസഭകൾ മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം മടങ്ങി വരിക, മാനസാന്തരപ്പെടുക. എഹെസ്കേൽ പ്രവാചകനോട് പറഞ്ഞതുപോലെ, ഞാൻ അവർക്ക് ചട്ടങ്ങളും വിധികളും കൊടുത്തു, അവരതനുസരിച്ച് ജീവിച്ചില്ല. ഞാൻ അവർക്ക് ശബത്ത് കൊടുത്തു, അവരെ വിശുദ്ധീകരിക്കുവാൻ, അവരതനുസരിച്ചില്ല. എന്നാൽ നമുക്ക് ദൈവ ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. അതനുസരിച്ച് ജീവിക്കുവാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, അനേകരെ ഒരുക്കുവാൻ, അനേകരെ ഒരുക്കേണ്ടതിന് ഒരു വലിയ കൂട്ടം യുവാക്കളെ, യുവതികളെ, ഈ തലമുറയെ നമുക്കതിനു വേണ്ടി നേടാം. അതിനായി സർവശക്തനായ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നാം കരയേണ്ട, മടങ്ങി വരേണ്ട ഒരു സമയമായിരിക്കുന്നു. നാം ഇപ്പോൾ മടങ്ങി വന്നില്ലെങ്കിൽ ശത്രു ഈ തലമുറയെ നശിപ്പിച്ച്, ഈ തലമുറയെ വിശ്വാസ ജീവിതത്തിന് വേണ്ടി നിൽക്കുന്നവരെ ഇല്ലായ്മ ചെയ്ത് അടിമനുഖത്തിലേക്ക്, പിശാചിൻ്റെ അടിമനുഖത്തിലേക്ക് ഈ തലമുറകളും പോകുവാൻ നാം കാരണക്കാരായി തീരരുത്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹത്തെ ഒരുക്കിയെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനായി സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട്, ദൈവം തന്ന ഈ നല്ല അവസരത്തിന് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.